ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന കാബേജും കോളിഫ്ലവറും അതിൻ്റെ തൈക്കളും അത് നനയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നനയ്ക്കണം. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ചെടി ഇങ്ങനെ വാടി തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഞാൻ പരമാവധി എല്ലാ ദിവസവും നനയ്ക്കാറുണ്ട്. ഇപ്പം അത് കാബേജൊക്കെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ആ ഇലകളൊക്കെ ഒന്നിങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കാബേജ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി അധികം ദിവസം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ പൂവൊക്കെ വരാനായതുകൊണ്ടും കാബേജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇലകളുടെ ഉള്ളിലേക്ക് ഒരു പക്ഷേ ഇനി വെള്ളം ആവുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാനത് ഒഴിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ തന്നെ കാബേജും കോളിഫ്ലവറൊക്കെ എനിക്കിങ്ങനെ വലിയ കായകളൊന്നും കിട്ടാറില്ല. കാരണം ഞാൻ നടുമ്പോഴേക്കും സീസണൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം ചെടി നല്ല ഉഷാറിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട വളം എന്താണെന്നുള്ളത് കൃഷി ഓഫീസറെ കണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞത് പൊട്ടാഷ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചാരം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാബേജ് കോളിഫ്ലവർ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ തന്നെ ഏതാണ്ട് കാബേജ് ആവാനുള്ള അത് ആ ഒരു ഫോമിലേക്ക് വരാനുള്ളത് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ പലരും ഇത് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട് ഇതിനോട് താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ നമുക്കിത് വെയിലിനും നല്ലതാണ്. വെയിൽ കിട്ടുകയും ചെയ്യും. റോഡ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി കോളിഫ്ലവറും കാബേജൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഇന്ന് നല്ല വെയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടികൾ മുഴുവൻ നനച്ച് അവസാനിപ്പിക്കാനുണ്ട്. കാബേജ് കോളിഫ്ലവർ മാത്രമല്ല കേട്ടോ, റോഡ് സൈഡിൽ വേറെയും കുറേ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികൾ മുഴുവൻ നനച്ച് തീർക്കണം. അപ്പോൾ ശരി, ഓക്കേ.